الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم زينا بزينة الإيمان وجعلنا هداة مهتدين. أما بعد، സഹോദരങ്ങളെ, സൂറത്തു അൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളുടെ തഫ്സീറാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഖവാതീമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകളെ പൊതുവെ പറയുക ഈ പ്രയോഗമാണ്. ഖവാതീമു സൂറത്തി അൽ ബഖറ. ഈ 2 സൂറത്തുകൾ നമുക്കറിയാവുന്നതുപോലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ പാരായണം ചെയ്യേണ്ട 2 ആയത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅഹുമാ ഫീ ലൈലത്തിൻ കഫതാഹ്. ആരെങ്കിലും ഒരു രാത്രിയിൽ ഇത് 2ഉം പാരായണം ചെയ്താൽ കഫതാഹ്, അവനത് മതിയാകുന്നതാണ്. എന്തിനൊക്കെ മതിയാകും? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരുപാട് ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു സംരക്ഷിക്കാൻ അത് മതിയാകുന്നതാണ്. മറ്റു ചില പണ്ഡിതന്മാർ വേറെ ചില വിശദീകരണങ്ങളും അതിന് പറഞ്ഞിട്ടുണ്ട്. ഇത് രാത്രി നിസ്കാരത്തിന് പകരമാകും, അതുപോലെ ധാരാളം നന്മകൾക്ക് പകരമാകുമെന്നെല്ലാം അതിന് വിശദീകരണം പറയപ്പെട്ടിട്ടുണ്ട്. വല്ലാഹു ആലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ അത് ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളാവുന്ന ഒരു പ്രയോഗമാണ് നടത്തിയത്. കഫതാ, അത് മതിയാകുന്നതാണ് എന്ന്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഒരു അഖ്ലുള്ള ഒരാൾക്ക് അത് ഉപേക്ഷിക്കാൻ കഴിയുകയില്ല, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് 2ഉം ചൊല്ലുക എന്നത്. കാരണം എങ്ങനെയാണ് ഇത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ അത് ചൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രയോഗം പറഞ്ഞിട്ട് അതാകട്ടെ 2 ആയത്തുകൾ ഓതാൻ എത്ര സമയം വേണം? വളരെ ചുരുങ്ങിയ സമയം മാത്രം. അതിനെന്ത് പ്രയാസമുണ്ട്? ഒരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ബുദ്ധിയുള്ള ആരാണ് അത് ഉപേക്ഷിക്കുക? അലി റളിയല്ലാഹു അൻഹുവിന്റെ ആ വാക്കുകൾ എത്രമാത്രം ചിന്തനീയമാണെന്ന് ആലോചിച്ചു നോക്കൂ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വലിയ പ്രതിഫലം നിശ്ചയിച്ചിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ള അമൽ വരെ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അല്ലാതെ ചെയ്യുക സാധ്യമല്ല. ചിലർക്ക് ഹെർമാൻ ആയിരിക്കും ചിലരുടെ ജീവിതത്തിൽ എപ്പോഴും കാണുക. എന്താണ് ഹെർമാൻ? അഥവാ നന്മകൾ ചെയ്യാൻ സാധിക്കാതെ പോവുക. നേരവും കാലവും ഇങ്ങനെ കഴിഞ്ഞു പോകും, പക്ഷേ പഠിച്ചിട്ടുണ്ട് പല നന്മകളെക്കുറിച്ചും, ചെയ്യാനുള്ള തൗഫീഖില്ല. രാവിലെ ആകുന്നു, നേരം ഇരുട്ടുന്നു, വീണ്ടും അടുത്ത പകൽ, വീണ്ടും ആ ദിവസം കഴിഞ്ഞു, ഇങ്ങനെ ജീവിതം ചുരഞ്ഞു പോവുക. ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ നൂനിയയിൽ പറയുകയുണ്ടായി, വല്ലാഹി ലൗ അന്നൽ ഖുലൂബ സലീമത്തുൻ ലതഖത്തഅത് അസഫൻ മിനൽ ഹിർമാനി ലകിന്നഹാ തക്റാ ബിഹുബ്ബി ഹയാതിഹാ അദ്ദുനിയ വസൗഫ തുഫീഖു ബഅദ സമാനി. വല്ലാഹി ലൗ അന്നൽ ഖുലൂബ സലീമത്തുൻ, അല്ലാഹുവാണ് ഹൃദയങ്ങൾ അത് സലീമത്തായ ശുദ്ധമായ ഹൃദയങ്ങളായിരുന്നുവെങ്കിൽ ലതഖത്തഅത് അസഫൻ മിനൽ ഹിർമാനി, നഷ്ടപ്പെട്ടു പോയ നന്മകളെ ഓർത്ത് അത് പൊട്ടി തകർന്നു പോകുമായിരുന്നു. ലകിന്നഹാ തക്റാ ബിഹുബ്ബി ഹയാതിഹാ അദ്ദുനിയ, എന്നാൽ ദുനിയാവിനോടുള്ള പ്രേമത്താൽ അതിന് ലഹരി ബാധിച്ചിരിക്കുകയാണ്. വസൗഫ തുഫീഖു ബഅദ സമാനി, ഒരു കാലം കഴിഞ്ഞാൽ അതിന് ബോധം വരും. ഇമാം ഇബ്നുൽ ഖയ്യിമിന്റെ ഹൃദയസ്പർശായ വാക്കുകളാണ്. അതുകൊണ്ട്
എത്ര കേട്ട നന്മകളാകട്ടെ ചെയ്യാൻ അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. അതിനുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക. ഈ ആയത്തുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അത് എനിക്ക് പറഞ്ഞു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബി ഈ ആയത്തുകളെ കുറിച്ച് പറഞ്ഞത് കാണാം. കൻജുൻ തഹ്തൽ അർശ്, അള്ളാഹുവിന്റെ അർശിന് കീഴിലുള്ള നിധിയാണ് ഈ ആയത്തുകൾ എന്ന്. അതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പോൾ ഒരു ശബ്ദം കേട്ടു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ആകാശത്തിൽ നിന്നൊരു വാതിൽ തുറന്നിരിക്കുന്നു. ഇന്നോളം ആ വാതിൽ തുറന്നിട്ടില്ല, ആദ്യമായിട്ടാണ്. ഒരു മലക്ക് അതിലൂടെ ഇറങ്ങി വന്നിരിക്കുന്നു. ഇതുവരെ ആ മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല. ആ മലക്ക് വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറയുകയും എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്തു, അബ്ശിർ ബിനൂറൈനി ഊതീതഹുമാ, താങ്കൾക്ക് കിട്ടിയ 2 പ്രകാശങ്ങൾ കൊണ്ട് സന്തോഷിച്ചു കൊള്ളുക. താങ്കൾക്ക് മുൻപ് ഒരു നബിക്കും അത് കിട്ടിയിട്ടില്ല. തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ അതുപോലെ മറ്റൊന്നില്ല. സൂറത്തുൽ ഫാത്തിഹയും അൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്തുകളുമാണ്. അല്ലാഹു അക്ബർ. ആലോചിച്ച് നോക്കൂ. ഈ ആയത്തുകളിൽ നമ്മുടെ അഖീദയുടെ പ്രഖ്യാപനമുണ്ട്, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമുണ്ട്. ഒരു മുസ്ലിം എന്താണ്, എങ്ങനെയാണ് എന്ന പ്രഖ്യാപനം നമുക്ക് ഈ ആയത്തുകളിൽ കാണാം. നമുക്ക് ഈ ആയത്തുകൾ ഇറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. എന്താണത്? ഈ 2 ആയത്തുകൾക്ക് തൊട്ടു മുമ്പ് സൂറത്തുൽ ബഖറയിലെ ആയത്ത് എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അവതരിച്ചു. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദു മാ ഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ് ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അല്ലാഹുവിൻ്റെതാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത് വെളിപ്പെടുത്തിയാലും ഔ തുഖ്ഫൂഹു, അതല്ല നിങ്ങൾ അതിനെ മറച്ചു വെച്ചാലും യുഹാസിബുകും ബിഹില്ലാഹ്, അതിന്റെ പേരിൽ അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യും. ഫയഗ്ഫിറു ലിമൻ യശാ, എന്നിട്ട് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവന് പുറത്തു കൊടുക്കും. വയുഅദ്ദിബു മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവനെ ശിക്ഷിക്കും. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. നോക്കൂ, ഈ ആയത്ത് എന്താണ് അതിൽ പറയുന്നത്? നിങ്ങളുടെ മനസ്സിൽ ഉള്ളത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും മറച്ചു വെച്ചാലും അള്ളാഹു നിങ്ങൾ അതിന്റെ പേരിൽ വിചാരണ ചെയ്യും. ഇത് അവതരിച്ചപ്പോൾ സഹാബത്തിന് അത് പ്രയാസകരമായി മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അവർ വരികയും എന്നിട്ട് കാൽമുട്ടുകളിൽ ഇരിക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സഹാബത്തിന് അത് പ്രയാസമായി. അവർ നബിയുടെ അരികിൽ വന്ന് മുട്ടുകാലുകളിന്മേൽ ഇരുന്നു. അങ്ങേറ്റത്തെ പ്രയാസം കാണിക്കുന്ന രൂപത്തിൽ അവരിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഐ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കുല്ലിഫ്നാ മിനൽ അഅ്മാലി മാ നുതീഖ് അസ്സലാത വസ്സിയാമ വൽജിഹാദ വസ്സദഖ. നബി, ഇതുവരെ ഞങ്ങൾക്ക് സാധിക്കുന്ന കാര്യങ്ങളായിരുന്നു നിയമമായി അള്ളാഹു അവതരിപ്പിച്ചത്, നമ്മൾ ഏൽപ്പിക്കപ്പെട്ടത്. നിസ്കാരവും സകാത്തും നോമ്പും ജിഹാദുമെല്ലാം, നിസ്കാരവും നോമ്പും സദഖയും ജിഹാദുമെല്ലാം. എന്നാൽ വഖദ് ഉൻസില അലൈക ഹാദിഹിൽ ആയതു വലാ നുതീഖുഹാ, എന്നാൽ നബിയെ ഇതാ ഈ ആയത്ത് താങ്കൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നു, അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു, ഈ ആയത്ത് താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വലാ നുതീഖുഹാ, ഇതിൽ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് സാധിക്കുന്ന കാര്യമല്ല. മനസ്സിൽ വന്നു പോകുന്നതിന്, മനസ്സ് ആരുടെ നിയന്ത്രണത്തിലാണ്? നമ്മുടെ നിയന്ത്രണത്തിലെ പലപ്പോഴും പല ചിന്തകളും അതിൽ വന്നിങ്ങനെ മിന്നിമറയും. അതിന്റെ പേരിൽ അള്ളാഹു വിചാരണ ചെയ്യുമെന്ന് വന്നാൽ എന്താകും സ്ഥിതി? ഞങ്ങൾക്ക് സാധിക്കുകയില്ല. വലാ നുതീഖുഹാ എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ അവരോട് പറഞ്ഞു, അതുരീദൂന അൻ തഖൂലു കമാ ഖാല അഹ്ലുൽ കിതാബൈനി മിൻ ഖബ്ലികും സമിഅനാ വഅസൈന. നിങ്ങൾക്ക് മുൻപ് കിതാബുകൾ നൽകപ്പെട്ട 2 സമുദായങ്ങൾ, യഹൂദി നസ്രാനികൾ, അവർ പറഞ്ഞതുപോലെ പറയാനാണോ നിങ്ങൾ പോകുന്നത്? സമിഅനാ വഅസൈന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ ധിക്കരിച്ചു എന്ന്. പഴയ കിതാബിന്റെ ആളുകൾ അള്ളാഹുവിന്റെ കൽപ്പന അവതരിപ്പിക്കപ്പെട്ടപ്പോൾ പറഞ്ഞ വാക്കാണത്. കേട്ടു, ഞങ്ങൾ തള്ളിക്കളഞ്ഞു. അതുപോലെ പറയാനാണോ അങ്ങേയറ്റം ഗുരുതരമായ അപകടകരമായ ആ വാദം പറയാനാണോ നിങ്ങൾ പോകുന്നത്? ബൽ ഖൂലു
سمعنا وأطعنا غفرانك ربنا وإليك المصير. മറിച്ച് നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണ്, സമിഅ്നാ വഅതഅ്നാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ഗുഫ്റാനക റബ്ബന, ഞങ്ങളുടെ റബ്ബേ പുറത്തു നൽകണമേ. വഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് മടക്കം. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വളർത്തിയെടുത്തത് എങ്ങനെയാണെന്ന് നോക്കൂ. അള്ളാഹു അവതരിപ്പിച്ച ആയത്തിനോട്, റബ്ബ് അവതരിപ്പിച്ച നിയമത്തിനോട് എതിർപ്പിന്റെ സ്വരം ഉയർത്തുന്നവനല്ല മുസ്ലിം, അങ്ങനല്ല ഒരു മുഅ്മിൻ ചെയ്യുക. മറിച്ച് അതിന് പിന്നിലുള്ള ഹിക്മത്ത് എന്താണ് എന്ന് അവന് മനസ്സിലായാലും ഇല്ലെങ്കിലും ആദ്യം അവൻ അതിൽ വിശ്വസിക്കാണ് വേണ്ടത്. നീ വിശ്വസിച്ചാൽ അള്ളാഹു അത് നിനക്ക് ബോധ്യപ്പെടുത്തി തരികയും നിന്റെ ഹൃദയത്തിൽ അള്ളാഹു അതേക്കുറിച്ചുള്ള വെളിച്ചം നൽകുകയും ചെയ്യും. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ആമിൻ തഹ്തദി. അള്ളാഹു ഒരു കാര്യം പറഞ്ഞു എന്ന് നീ കേട്ടാൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു എന്ന് കേട്ടാൽ ആദ്യം നീ എന്ത് ചെയ്യുക? വിശ്വസിക്കുക. എങ്കിൽ അതേക്കുറിച്ച് അള്ളാഹു നിനക്ക് വിശാലത നൽകും, നിന്നെ അള്ളാഹു സന്മാർഗത്തിലേക്ക് നയിക്കും. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ അള്ളാഹുവിന് കീഴ്പ്പെടുക എന്ന അടിവേരിന് മുകളിലല്ലാതെ നമ്മുടെ ഈമാൻ എന്ന വൃക്ഷം നിലനിൽക്കുകയില്ല. ഇമാം തഹാവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അഖീദയിൽ പറഞ്ഞ മനോഹരമായ വാക്കുകളിൽ ഒന്നാണ്, ഇസ്ലാമിന്റെ അള്ളാഹുവിന് കീഴ്പ്പെടുക, അതിന് മുകളിലല്ലാതെ നമ്മുടെ ഈമാൻ നിലനിൽക്കുകയില്ല. നമ്മുടെ പേര് മുസ്ലിം എന്നാണ്, അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ് നമ്മൾ. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യമാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് സത്യമാണ്. അള്ളാഹു അവതരിപ്പിച്ച വിധിവിലക്കുകൾ, നിയമങ്ങൾ മുഴുവൻ നീതിയും അത് ഏറ്റവും നല്ല കാര്യങ്ങളും മാത്രമാണ്. അതിനെ തള്ളിക്കളയാനോ അതിനെ സംശയിക്കാനോ ഒരു മുസ്ലിമിന് പാടില്ല. ആദ്യം അവൻ വിശ്വസിക്കുക, എന്നിട്ട് പഠിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹു അവന് വിശാലത നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാൻ കൽപ്പിച്ചപ്പോൾ സഹാബത്തു പറഞ്ഞു, സമിഅ്നാ വഅതഅ്നാ ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ. അവരത് പറഞ്ഞുകൊണ്ടിരുന്നു. പറഞ്ഞ് അവരുടെ നാവിന് അത് ഒരു പ്രയാസവുമില്ലാതെ അതിങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഫഅൻസലല്ലാഹു ഫീ ഇസ്രിഹാ, അതവർ പറഞ്ഞപ്പോൾ അല്ലാഹു അതാ അവതരിപ്പിക്കുന്നു, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂൻ. ആമന റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിരിക്കുന്നു, ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂൻ, നബിക്ക് അല്ലാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതെന്തോ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. വൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിശ്വസിച്ചിരിക്കുന്നു. കാരണം അവരെന്ത് പറഞ്ഞു? സമിഅ്നാ വഅതഅ്നാ ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ. അല്ലാഹു ഈ ആയത്തുകൾ അവതരിപ്പിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫലമ്മാ ഫഅലൂ ദാലിക നസഖഹ അല്ലാഹു തആല ഫഅൻസല അല്ലാഹു അസ്സ വജൽ. ഇതവർ പറഞ്ഞപ്പോൾ അള്ളാഹു നേരത്തെ അവതരിപ്പിച്ച ആയത്ത് നസ്ഖ് ചെയ്തു. നസ്ഖ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ദുർബലപ്പെടുത്തുക എന്നാണ് അർത്ഥം എന്ന് മനസ്സിലാക്കരുത്. സലഫുകൾ, മുൻഗാമികൾ പലപ്പോഴും നസ്ഖ് കൊണ്ട് ഉദ്ദേശിക്കുക നിജപ്പെടുത്തുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യത്തെ അള്ളാഹു റബ്ബുൽ ആലമീൻ അതിന് ചില അതിർവരമ്പുകൾ പഠിപ്പിക്കും. അതല്ലാതെ ആ പറഞ്ഞത് ഒന്നാകെ അള്ളാഹു ആ നിയമം മാറ്റുക എന്നല്ല. പലപ്പോഴും സലഫുകൾ, മുൻഗാമികളുടെ നസ്ഖ് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം, പിൽക്കാലത്ത് നസ്ഖ് എന്ന പ്രയോഗത്തിന് ആ നിയമം മാറ്റി വേറൊന്ന് കൊണ്ടുവരിക, ദുർബലപ്പെടുത്തുക എന്ന് പിൽക്കാലത്ത് പണ്ഡിതന്മാർ ധാരാളമായി ആ അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. ചില പദപ്രയോഗങ്ങൾ സലഫുകൾ, മുൻഗാമികൾ പ്രയോഗിക്കുന്നതും പിൽക്കാലക്കാർ പ്രയോഗിക്കുന്നതും തമ്മിൽ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. നസ്ഖ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതാണ്. യഥാർത്ഥത്തിൽ നോക്കൂ, ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞ ആയത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉള്ളത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും നിങ്ങളത് മറച്ചു വെച്ചാലും അള്ളാഹു അതിന്റെ പേരിൽ നിങ്ങൾ ശിക്ഷിക്കുമെന്നല്ല പറഞ്ഞത്, മറിച്ച് വിചാരണ ചെയ്യുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്നവൻ അവൻ പുറത്തു കൊടുക്കും. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല മനസ്സിൽ കടന്നുപോകുന്ന, മനുഷ്യന്റെ നിയന്ത്രണത്തിലില്ലാത്ത കാര്യത്തിന് അവനെ ശിക്ഷിക്കുകയില്ല. നോക്കൂ, അതാണ് അടുത്ത ആയത്തിൽ പറഞ്ഞത്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. അല്ലാഹു ഒരു മനുഷ്യനെയും അവന് സാധിക്കുന്നതല്ലാതെ ഒരു നഫ്സിനെയും ഒരാളെയും ഏൽപ്പിക്കുകയില്ല. ലഹാ മാ കസബത് വഅലൈഹാ മാ ഇക്തസബത്.
ഓരോ നഫ്സിനും അത് സമ്പാദിച്ചതെന്തോ നല്ല കാര്യങ്ങൾ അത് അനുകൂലമായി ഉണ്ടാകും, തിന്മകൾ എന്തോ അത് പ്രതികൂലമായി ഉണ്ടാകും. റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ വഅഖ്തഅനാ, ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾ മറന്നുപോയതിന്റെ പേരിലോ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതിന്റെ പേരിലോ നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ. ഖാല, അല്ലാഹു ഈ വാചകം മുഅ്മിനീങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹു മറുപടി പറഞ്ഞു, നഅം, അതെ. മറ്റു ചില റിവായത്തുകൾ കാണാം, ഖദ് അജബ്തു, ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഏതുപോലെ സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്ന ആയത്തുകൾക്ക് അല്ലാഹു മറുപടി പറയുന്നത് പോലെ ഇതിൽ മറുപടി പറഞ്ഞിരിക്കുന്നു. അഥവാ അല്ലാഹു മറന്നതിന്റെ പേരിലോ അബദ്ധം സംഭവിച്ചതിന്റെ പേരിലോ അങ്ങനെ ആളുകൾ ചെയ്തു പോയതിന്റെ പേരിൽ ശിക്ഷിക്കുകയില്ല. റബ്ബന വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലാ അല്ലദീന മിൻ ഖബ്ലിനാ, ഞങ്ങൾക്ക് മുമ്പുള്ളവരെ ഏൽപ്പിച്ചതുപോലെയുള്ള ഭാരം അല്ലാഹുവേ നീ ഞങ്ങളെ ഏൽപ്പിക്കരുതേ. ഖാല നഅം, അല്ലാഹു അതേ ഉത്തരം പറഞ്ഞിരിക്കുന്നു. റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ താഖത ലനാ ബിഹ്, റബ്ബേ ഞങ്ങൾക്ക് സാധിക്കാത്തത് ഞങ്ങളുടെ റബ്ബേ ഞങ്ങളെ ഏൽപ്പിക്കരുതേ. ഖാല നഅം, അല്ലാഹു അതേ എന്ന് പറഞ്ഞിരിക്കുന്നു. വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, അല്ലാഹു പറഞ്ഞിരിക്കുന്നു നഅം എന്ന്. ഇവിടെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല മനസ്സിൽ കടന്നു പോകുന്നതിന് ശിക്ഷിക്കുകയില്ല. മനസ്സിൽ കടന്നു പോകുന്ന നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തജാവസ അൻ ഉമ്മതി മാ ഹദ്ദസത് ബിഹി അൻഫുസഹാ മാ ലം തഅമൽ ഔ തതകല്ലം, എന്റെ ഉമ്മത്തിന് അല്ലാഹു വിട്ടുകൊടുത്തിരിക്കുന്നു അതിന്റെ മനസ്സിൽ വന്നു പോകുന്ന കാര്യങ്ങൾ അത് പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്യാത്തിടത്തോളം അല്ലാഹു ഇത് വിട്ടുകൊടുത്തിരിക്കുന്നു. വാക്കിൽ വന്നാൽ പ്രവർത്തിയിൽ വന്നാൽ അത് മനുഷ്യന്റെ അവന്റെ സ്വന്തം ചെയ്തിയായി മാറി. എന്നാൽ മനസ്സിൽ മിഞ്ഞു പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ അത് മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല, അല്ലാഹു അവനെ ശിക്ഷിക്കുകയുമില്ല. റബ്ബ് സുബ്ഹാനഹു വതആല അതിനവനെ ശിക്ഷിക്കുകയുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ നന്മ മനസ്സിൽ ഒരുവർ ഉദ്ദേശിച്ചാൽ, ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ, തീരുമാനമെടുത്താൽ ചെയ്തതുപോലെ പ്രതിഫലം ഉണ്ടായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഹദീസ് വളരെ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. ഇന്ന റബ്ബക്കും തബാറക വതആല റഹീമുൻ, നിങ്ങളുടെ റബ്ബായ അല്ലാഹു റഹീമാണ്, അവൻ കരുണ ചൊരിയുന്നവനാണ്. മൻ ഹമ്മ ബിഹസനത്തിൻ, ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ മനസ്സിൽ അവൻ വിചാരിക്കണേ ഒരു ഖൈറിനെ കുറിച്ച്, അത് ചെയ്യണം. സുബ്ഹാനല്ലാഹ്, എന്താണ് മനസ്സിന്റെ ഹം എന്ന് പറഞ്ഞാൽ? ചെയ്യാൻ ഒരുങ്ങലാണ്. മനസ്സിൽ ഒരു കാര്യം ചെയ്യാൻ ഒരാൾക്ക് തോന്നി, മസ്ജിദിന് പുറത്ത് ഒരു സാധുവിനെ ഒരാൾ കണ്ടിട്ടാണ് അയാൾ മസ്ജിദിലേക്ക് കയറിയത്. അയാളുടെ മനസ്സിൽ വരികയാണ്, പുറത്തിറങ്ങുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം. മനസ്സിൽ ഇയാൾ കരുതി മസ്ജിദിനകത്ത്. ഒരു ഉദാഹരണം ഞാൻ പറയുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫലം യഅമൽഹ, അവനത് ചെയ്തിട്ടില്ല, കൂതിബത് ലഹു ഹസന, അവനൊരു നന്മ ചെയ്തതായി രേഖപ്പെടുത്തപ്പെടും. അയാൾ പുറത്തിറങ്ങി, നേരത്തെ കണ്ട സാധുവിനെ കാണാനില്ല, അവന് സദഖ കൊടുത്ത പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തും. കൊടുത്തതായി കൊടുത്തിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരിൽ രണ്ടുപേർ ഉപ്പയും മകനുമാണ്. ഉപ്പ എന്ത് ചെയ്തു? സാധുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു മുതൽ മസ്ജിദിൽ കൊണ്ടുവച്ചു. മകൻ അതെടുത്തു. നബിയുടെ അരികിൽ പരാതിയുമായി ഉപ്പ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കൊണ്ടുവച്ച പിതാവിനോട് നിനക്ക് നീ കൊടുത്തതിന്റെ പ്രതിഫലമുണ്ട്, മകനോട് നിനക്ക് നീ എടുത്തതും ഉണ്ട്. എടുത്ത മകന് അത് അവൻ്റെത് തന്നെ. അവിടെ സാധുക്കൾക്ക് വേണ്ടി കൊണ്ടുവച്ച പിതാവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് നീ കൊടുത്ത പ്രതിഫലവും ഉണ്ട് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഹദീസ് നോക്കൂ, ഫഇൻ അമിലഹ, ഇനി ഒരാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുക മാത്രമല്ല അവനത് പ്രവർത്തിക്കുകയും ചെയ്താൽ, കുതിബത് ലഹു 10 ഇലാ 700 ഇലാ അദ്ആഫിൻ കസീറ,
10 നന്മ അവന് രേഖപ്പെടുത്തപ്പെടും. ഒരു നന്മ ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് എത്രയാണ് പ്രതിഫലം? ഏറ്റവും ചുരുങ്ങിയത് 10 ആണ്. ഏറ്റവും ചുരുങ്ങിയത്, അതിൽ കുറഞ്ഞ പ്രതിഫലമില്ല. എന്നാൽ ഏറ്റവും അധികം എത്രയാണ്? അല്ലാഹു അലം. 700 ഇരട്ടി വരെ, അതിനു മുകളിൽ അള്ളാഹു ഉദ്ദേശിച്ച അത്രയും. ഇതാണ് നന്മകളുടെ പ്രതിഫലം. ഖുർആൻ അള്ളാഹു പറഞ്ഞു, മൻ ജാഅ ബിഹസനത്തിൻ ഫലഹു അശ്റു അംസാലിഹാ. ആരെങ്കിലും ഒരു നന്മയുമായി വന്നാൽ, ഒരു നന്മ അവൻ ചെയ്താൽ അവൻ അതിന്റെ 10 ഇരട്ടി ഉണ്ടായിരിക്കും. ഇവിടെ നോക്കൂ, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വമൻ ഹമ്മ ബിസയ്യിഅ ഫലം യഅമൽഹാ. ഒരാളുടെ മനസ്സിൽ ഒരു തിന്മ ചെയ്യാൻ തോന്നി, തിന്മ ചെയ്യാൻ അവന്റെ മനസ്സിൽ, തെറ്റ് ചെയ്യാൻ ഒരാൾക്ക് തോന്നി, സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും ഒരു വൃത്തികേട് നോക്കാനോ കാണാനോ പറയാനോ ഒരാൾക്ക് തോന്നി, ഫലം യഅമൽഹ, അവനത് ചെയ്തില്ല എങ്കിൽ കുതിബത് ലഹു ഹസന, അവന് നന്മ രേഖപ്പെടുത്തപ്പെടുന്നതാണ്. എന്തുകൊണ്ടാണത്? മറ്റു ചില ഹദീസുകൾ കാണാം, അള്ളാഹു പറയും, ഇന്നമാ തറകഹു മിൻ ജറാഇ, അവൻ എനിക്ക് വേണ്ടിയാണ് അത് ഉപേക്ഷിച്ചത്, എനിക്ക് വേണ്ടിയാണ് അവൻ അത് ഉപേക്ഷിച്ചത്. ഇതെപ്പോഴാണ് പൊതുവെ സംഭവിക്കുക? തിന്മകൾ ശീലിക്കുകയും അതിഷ്ടപ്പെടുകയും ചെയ്ത ഒരാൾ, അയാൾക്കാണ്. നമ്മൾ ഉപേക്ഷിക്കുന്ന ധാരാളം തിന്മകളുണ്ട്, ധാരാളം തിന്മകൾ. അതിനെല്ലാം പ്രതിഫലം ലഭിക്കുമോ? നാട്ടിൽ ഒരുപാട് തിന്മകൾ നടക്കുന്നുണ്ട്, ആ ഓരോ തിന്മയും ചെയ്യാത്തതിന് നമുക്ക് പ്രതിഫലം ഉണ്ട് എന്നാണോ? അങ്ങനെയല്ല. മറിച്ച് തിന്മ ചെയ്യാൻ തോന്നി, എന്നിട്ട് അത് അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചു. ഇപ്പൊ നോക്കൂ, ജീവിതത്തിൽ ഒരിക്കലും മദ്യം കഴിച്ചിട്ടില്ലാത്ത ഒരാൾ, ജീവിതത്തിൽ ഒരിക്കലും ഒരാൾ കള്ളുടിച്ചിട്ടില്ല, അങ്ങനെയുള്ള ഒരാൾക്ക് അങ്ങാടിയിലൂടെ പോകുമ്പോൾ എത്ര മദ്യശാലകൾ കണ്ടാലും, എത്ര ബാറ് കണ്ടാലും അവനൊന്നും തോന്നുകയില്ല. കാരണം അവനത് രുചിച്ചിട്ടേ ഇല്ല, പരിചയമില്ല. അതേസമയം ആ തിന്മയിലായിരിക്കുകയും എന്നിട്ട് അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും നന്നാവുകയും ചെയ്ത ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അവന് തോന്നിയേക്കും, ചിലപ്പോൾ പിശാച് അവന്റെ മനസ്സിൽ അവിടെ ഒന്ന് കയറാനും കഴിക്കാനും ചിന്ത ഉണ്ടാക്കിയേക്കും. അള്ളാഹുവിന് വേണ്ടി അവനത് ഉപേക്ഷിക്കുകയാണ്. എന്താണ് ലഭിക്കുക? നന്മ രേഖപ്പെടുത്തപ്പെടും. ചിന്ത ഉണ്ടാകുമ്പോഴെല്ലാം അള്ളാഹുവിന് വേണ്ടി അവനത് ഉപേക്ഷിച്ചാൽ നന്മയത് രേഖപ്പെടുത്തപ്പെടും. ഇത് എല്ലാ തിന്മകളുടെ കാര്യത്തിൽ നിങ്ങൾ കൂട്ടിക്കൊള്ളുക. ഏതേത് തിന്മയാകട്ടെ, ഒരാൾ സംഗീതത്തിൽ മുഴുകി ജീവിച്ച ഒരാളായിരുന്നു, മ്യൂസിക് കേട്ടി ഇങ്ങനെ നടന്ന ആളായിരുന്നു. അയാൾ മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിലക്കിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിലക്കിയിട്ടുണ്ട് എന്നൊരാൾക്ക് മനസ്സിലായി. അയാളുടെ മനസ്സിൽ ഇങ്ങനെ ശൈത്താൻ ഇങ്ങനെ പ്രേരണ ഉണ്ടാക്കുന്നു. ശൈത്താൻ അതിലേക്ക് അയാളുടെ മനസ്സ് കൊണ്ടുപോകുന്നു. അങ്ങാടിയിലൂടെ പോകുമ്പോൾ അയാൾ ഒരു വരി കേട്ടു, വീട്ടിൽ പോയി ബാക്കിയൊന്ന് കേട്ടു നോക്കാം, ഇങ്ങനെ അയാൾക്ക് തോന്നി. എന്നാൽ അയാൾ വിചാരിക്കാൻ വേണ്ട, ഹറാമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട്. അള്ളാഹുവിന് വേണ്ടി അവനത് ഉപേക്ഷിച്ചാൽ കുതിബത് ലഹു ഹസന, അവനൊരു നന്മ രേഖപ്പെടുത്തപ്പെടുന്നതാണ്. സുബ്ഹാന, ഇതെല്ലാം നാളെ പരലോകത്ത് റബ്ബിന്റെ മുന്നിൽ നമ്മുടെ തുലാസിൽ, നന്മകളുടെ തട്ടിൽ വരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫൈൻ അമിലഹാ, ഇനി ഒരുവന് തിന്മ ചെയ്യാൻ തോന്നി അതവൻ ചെയ്യുകയും ഉണ്ടായി എങ്കിൽ കുതിബത് ലഹു വാഹിദതൻ ഔ യംഹുഹ അല്ലാഹ്, ഒരു തിന്മ അവൻ ചെയ്തു, തിന്മ ചെയ്യാൻ ഒരുങ്ങി ചെയ്യുകയും ചെയ്തു എങ്കിൽ ഒരു തിന്മ, ഒരൊറ്റൊന്ന്, അതവൻ അള്ളാഹു രേഖപ്പെടുത്തും. അതല്ലെങ്കിൽ അള്ളാഹു അത് മായ്ച്ചു കളയും, തിന്മ ചെയ്താൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലാ യഹ്ലികു അലല്ലാഹി തആല ഇല്ലാ ഹാലിക്, ഇങ്ങനെയെല്ലാം അള്ളാഹു നിശ്ചയിച്ചിട്ടും എന്നിട്ടും ഒരുവൻ നശിച്ചു പോകുന്നുവെങ്കിൽ അങ്ങേയറ്റം നശിച്ചവനാണ് അവൻ. അള്ളാഹുവിൽ ഏറ്റവും മോശക്കാരനല്ലാതെ നശിച്ചു പോവുകയില്ല, രക്ഷപ്പെടാതിരിക്കുന്നത്. ഏറ്റവും ദൗർഭാഗ്യവാനല്ലാതെ നരകത്തിൽ കിടന്ന് ഇരിയുകയില്ല എന്നാണ് ഖുർആൻ അള്ളാഹു പറഞ്ഞത്. പണ്ഡിതന്മാർ പറയുകയുണ്ടായി, ഫവൈലുൽ ലിമൻ ഗലബത് അഹാദുഹു അശ്റാസിഹി, ഒറ്റയായി അള്ളാഹു രേഖപ്പെടുത്തിയത് 10 അള്ളാഹു രേഖപ്പെടുത്തിയതിനേക്കാൾ ഭാരം തൂങ്ങിയാൽ പരലോകത്ത് അവൻ എത്ര മോശക്കാരനായിരിക്കും. പരലോകത്ത് നന്മയും തിന്മയും തൂക്കുമ്പോൾ നന്മകൾ അള്ളാഹു 10 രേഖപ്പെടുത്തിയത്,
പക്ഷെ അതിന്റെ തട്ടിനേക്കാൾ ഭാരം അള്ളാഹു ഒറ്റയായി രേഖപ്പെടുത്തിയതിനുണ്ട് എങ്കിൽ അവൻ എത്ര തിന്മ ചെയ്തിട്ടുണ്ടാകും. ഫവൈലുൻ, അവനാണ് നാശം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ മനോഹരമായ വാക്ക് നമുക്ക് ഇമാം തഹാവിയുടെ അഖീദയുടെ ശറഹ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. അതുകൊണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ നന്മയും തിന്മയും മനസ്സിൽ വിചാരിച്ചാലുള്ള സ്ഥിതി. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹ. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണത്? ഒരാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തന്നെ അവന് പ്രതിഫലമുണ്ട്. തിന്മ ചെയ്യാൻ ഒരാൾ ഉദ്ദേശിച്ചു, പക്ഷെ അള്ളാഹുവിന് വേണ്ടി അവൻ ഉപേക്ഷിച്ചു എങ്കിൽ അവന് പ്രതിഫലമുണ്ട്. തിന്മ ചെയ്യാൻ കേവലം മനസ്സിൽ ഒരു ചിന്ത ഉണ്ടായി എന്ന് തോന്നി, അതിന്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കുകയില്ല. പക്ഷേ ആ തോന്നൽ ഒരു തീരുമാനമായി മാറി, ചെയ്യണം, അവനതിന് ഒരുങ്ങി. അള്ളാഹുവിന്റെ വിധി ഒന്നുകൊണ്ട് മാത്രം അവനത് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അത് ചെയ്ത കുറ്റമുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫൈഹിമാ ഫൽഖാതിലു വൽമഖ്തൂലു ഫിന്നാർ. ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫൈഹിമാ, രണ്ട് മുസ്ലിമീങ്ങൾ വാളെടുത്ത് പരസ്പരം ഏറ്റുമുട്ടിയാൽ ഫൽഖാതിലു വൽമഖ്തൂലു ഫിന്നാർ, കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. സഹാബത്ത് ചോദിച്ചു, ഹാദൽ ഖാതിൽ ഫമാ ബാലുൽ മഖ്തൂൽ, നബിയെ കൊന്നവന്റെ കാര്യം ശരി, കൊല്ലപ്പെട്ടവൻ എങ്ങനെ നരകത്തിൽ പോയി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, കാരണം അവൻ തന്റെ സഹോദരനെ കൊല്ലാൻ അങ്ങേയറ്റം തൽപരനായിരുന്നു, അതിനുവേണ്ടി ഒരുങ്ങി വന്നവനാണവൻ. അള്ളാഹുവിന്റെ വിധി ഒന്നുകൊണ്ട് മാത്രം അവൻ കൊന്നവനായില്ല, കൊല്ലപ്പെട്ടവനായി. ഇതേപോലെ തിന്മ ചെയ്യാൻ ഒരുവന്റെ മനസ്സിൽ തോന്നലുണ്ടായി, അവനത് തീരുമാനമായി മാറി, അവനത് ഉറപ്പിച്ചു. റബ്ബിന്റെ വിധി കൊണ്ട് മാത്രം അവൻ ചെയ്തില്ല എങ്കിൽ ചെയ്ത കുറ്റമാണ് അവൻ ഉണ്ടാവുന്നത്. അതിലെ പാഠം എന്താണ്? മനസ്സ് നന്നാക്കിക്കൊള്ളുക, ഹൃദയത്തിൽ നന്മ ഉദ്ദേശിക്കുക, നീയത്ത് നന്നാക്കുക. വൃത്തികേടുകൾ ചെയ്യാൻ നീ മനസ്സിൽ നീയത്ത് വെക്കരുത്. ഉണ്ട് എങ്കിൽ അത് ഉപേക്ഷിക്കുക. അള്ളാഹു നിന്റെ നിയാത്ത്, നിന്റെ മനസ്സിൽ നീ തീരുമാനിച്ചു വെച്ച ഒരാളും അറിയാത്ത നിന്റെ ഗൂഢലക്ഷ്യങ്ങൾ അള്ളാഹു കാണുന്നുണ്ട്. നീ ഉദ്ദേശിക്കുന്നതിന് മുൻപേ അള്ളാഹു അത് അറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾ 4 തരക്കാരാണ്, 4 കൂട്ടരാണ് മനുഷ്യർ. 4 കൂട്ടർ. ആരൊക്കെയാണ്? ഒരുവൻ, അവന് അറിവുണ്ട്, കയ്യിൽ പണവുമുണ്ട്. അറിവുണ്ട്, പണവുമുണ്ട്. അവനെന്ത് ചെയ്യുന്നു? ആ പണം താൻ അറിഞ്ഞ ഹക്കിന് വേണ്ടി ഉപയോഗിക്കും, നല്ല കാര്യങ്ങൾക്ക് സമ്പത്ത് ചെലവഴിക്കും, നന്മകൾ ചെയ്യും. രണ്ടാമത്തെ ആൾ, അയാൾക്ക് അറിവുണ്ട്, പക്ഷേ കയ്യിൽ പണമില്ല. അയാൾക്ക് നന്മകൾ അറിയാം, ദീൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അയാൾ പറയുന്നു, ഇതാ ഈ അറിവുള്ള പണമുള്ള ആൾ ചെയ്യുന്ന നന്മകൾ എനിക്കും ചെയ്യാമായിരുന്നു, പണമുണ്ടായിരുന്നെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹുമാ ഫിൽ അജ്രി സവാ, അവർ രണ്ടുപേരും നന്മയിൽ ഒരുപോലെയാണ്, ഒരേ പ്രതിഫലമാണ് രണ്ടു കൂട്ടർക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൂന്നാമതൊരാൾ, അവന് അറിവില്ല, പണം കയ്യിലുണ്ട്, അവൻ തന്റെ ജഹാലത്തിനനുസരിച്ച് വൃത്തികേടുകൾ, തോന്നിവാസങ്ങൾ തന്റെ സമ്പത്ത് കൊണ്ട് ചെയ്തു കൂട്ടുന്നു, അശ്ലീലങ്ങൾ ചെയ്യുന്നു, തോന്നിവാസങ്ങൾ ചെയ്യുന്നു, പാപങ്ങളിൽ മുഴുകുന്നു. നാലാമനാരാണ്? അവന് അറിവുമില്ല, സമ്പത്തുമില്ല, രണ്ടുമില്ല, ജാഹിലുമാണ്, അതോടൊപ്പം ഫക്കീറുമാണ്. അവൻ എന്ത് ചെയ്യുന്നു? ഈ തിന്മ ചെയ്യുന്ന വൃത്തികെട്ടവനെ, പണമുള്ള ഈ മ്ലേച്ഛനെ കണ്ടവൻ കൊതിക്കുകയാണ്, എനിക്കും അവനെപ്പോലെ പണം ഉണ്ടായിരുന്നെങ്കിൽ, അവനെപ്പോലെ വൃത്തികേടുകൾ എനിക്കും ചെയ്യാമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹുമാ ഫിൽ വിസ്രി സവാ, കുറ്റത്തിൽ ഈ രണ്ടു കൂട്ടരും ഒരുപോലെയാണ്, ഒരേ കുറ്റമാണ്. ഒരുത്തൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവന്റെ ചിന്ത മുഴുവൻ ഇതാണ്, ഈ വൃത്തികേടാണ്. സഹോദരങ്ങൾ, വലിയ പാഠം നമുക്ക് ഇതിലെന്തുണ്ട്? നിയത്ത് നന്നാക്കി, ഹൃദയം ശുദ്ധീകരിക്കും. നിന്റെ അമൽ അത് എന്താകട്ടെ, ഹൃദയം മോശമാണ് എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് കയറി പിടിക്കുന്നില്ല, അത് അമലുകളെ തകിടം മറിക്കും, തലകുത്തി മറിക്കും മനുഷ്യനെ. അവന്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് നല്ലത്. ഹൃദയത്തിൽ കറയുണ്ട് എങ്കിൽ ആ കറ പുറത്തേക്ക് വരും, ഇന്നല്ലെങ്കിൽ നാളെ പുറത്തേക്ക് വരും. അത് ശുദ്ധീകരിക്കും തൗബയിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ, ധാരാളമായി അള്ളാഹുവിന്റെ മുന്നിൽ
കേണു ദുആ ചെയ്തുകൊണ്ട് അത് ശുദ്ധീകരിക്കും. അതല്ല എങ്കിൽ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പിടികൂടപ്പെടും. വർഷങ്ങൾക്ക് മുമ്പ് 20 വർഷങ്ങൾക്ക് മുൻപ് പിന്നിൽ ഉപേക്ഷിച്ച തിന്മകൾ മനുഷ്യർ പിന്നെ ചെയ്യുന്നത് കാണാം. അല്ലാഹു അക്ബർ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വർഷങ്ങൾ, പതിറ്റാണ്ടുകൾക്ക് മുൻപ് എന്നോ ഉപേക്ഷിച്ച തിന്മയാണ് വീണ്ടും അവന്റെ ജീവിതത്തിൽ അത് വരും. അല്ലാഹു അക്ബർ. കാരണം അവന്റെ ഹൃദയത്തിൽ എവിടെയോ കറ ബാക്കി ഉണ്ടായിരുന്നു. അതവൻ ഖലാസോ നസൂഹായ തൗബയിലൂടെ അവൻ ശുദ്ധീകരിച്ചിട്ടില്ല. മുസ്ഹഫ് എടുത്ത് നോക്കിയാൽ പ്രിയമുള്ളവരെ, യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളി നമുക്ക് അവസാനമായി കാണുക സൂറത്ത് തഹരീമിൽ ആയത്തിനാണ്. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. മുഅ്മിനുകളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായ തൗബ ചെയ്ത് മടങ്ങുക. നസൂഹായ തൗബ എന്നാൽ ഒരു കലർപ്പുമില്ലാത്ത തൗബയാണ്. ആത്മാർത്ഥമായ തൗബ അള്ളാഹുവിനോട് ചെയ്യുക, ഹൃദയം ശുദ്ധീകരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇതാണ് മനസ്സിൽ വന്നുപോകുന്ന ചിന്തകളുടെ കാര്യം. ഇനി നോക്കൂ, ഈ ആയത്തുകളിലേക്ക് നമ്മൾ കടന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചതിൽ റസൂലും മുഅ്മിനുകളും വിശ്വസിച്ചിരിക്കുന്നു. ഈ ഭാഗത്തുള്ള സുപ്രധാനമായ ഒരു പാഠമാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റസൂലിന്റെ പ്രതിഫലത്തിന് പുറമെ മുഅ്മിനിന്റെ പ്രതിഫലം കൂടിയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ്, അതോടൊപ്പം മുഅ്മിനാണ്. അല്ലാഹുവിൽ വിശ്വസിച്ച, അല്ലാഹു പഠിപ്പിച്ചതിൽ വിശ്വസിച്ച മുഅ്മിനാണ്. ആമന റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റസൂലിന്റെ പ്രതിഫലമുണ്ട്, മുഅ്മിനിന്റെ പ്രതിഫലമുണ്ട്. അതോടൊപ്പം നബിയുടെ കൂടെ മുഅ്മിനുകൾ വിശ്വസിച്ചിരിക്കുന്നു. ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, റബ്ബിൽ നിന്ന് റസൂലിനെ അവതരിപ്പിക്കപ്പെട്ടതിൽ അതിൽ അല്ലാഹു ഉലൂവിലാണ്, അവൻ ആകാശങ്ങൾക്ക് മേലെയാണ് ഉള്ളത് എന്ന പാഠമുണ്ട്. അതുകൊണ്ടാണ് ഉൻസില, നബിക്ക് താഴേക്കിറങ്ങിയതിൽ അവതരിച്ചതിൽ വിശ്വസിച്ചിരിക്കുന്നു, നബി വിശ്വസിച്ചിരിക്കുന്നു, മുഅ്മിനുകൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. കുല്ലുൻ, അവരെല്ലാം ആമന വിശ്വസിച്ചിരിക്കുന്നു, ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി, അല്ലാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ കിതാബുകളിലും അവന്റെ റസൂലുകളിലും. നോക്കൂ, ഉസൂലുൽ ഈമാനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അല്ലാഹുവിലുള്ള വിശ്വാസം, അവന്റെ മലക്കുകൾ, അവന്റെ കിതാബുകൾ, അവന്റെ റസൂലുകളിലുള്ള വിശ്വാസം. ഇവിടെ ബാക്കിയുള്ളതെല്ലാം അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞിരിക്കുന്നു. അവന്റെ മലക്കുകൾ, അവന്റെ കിതാബുകൾ എന്നിങ്ങനെയാണ് പറഞ്ഞത്. അവന്റെ മലക്കുകളെ കുറിച്ച് ഖുർആനിലും സുന്നത്തിലും വന്നതെന്തോ അതുപോലെ വിശ്വസിക്കണം. അവന്റെ കിതാബുകളിലും അതെ, അവന്റെ റസൂലുകളിലും അതെ. അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ശരിയായെങ്കിലേ ബാക്കിയുള്ളത് ശരിയാവുകയുള്ളൂ. റസൂലുകൾക്കിടയിൽ ഞങ്ങൾ വേർതിരിവ് കൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? യഹൂദികളും നസ്രാനികളും ചെയ്തതുപോലെ ചില റസൂലുകളിൽ വിശ്വസിക്കുക, ചില റസൂലുകളെ തള്ളിക്കളയുക. അത് മുഅ്മിനുകൾ ചെയ്യുകയില്ല, മുസ്ലിമുകൾ ചെയ്യുകയില്ല. യഹൂദികൾ അവർ ഈസാ നബിയെ തള്ളിക്കളഞ്ഞു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിക്കളഞ്ഞു. ബാക്കിയുള്ള നബിമാരിൽ വിശ്വസിക്കുന്നു എന്ന അവരുടെ അവകാശവാദം കൊണ്ട് കാര്യമില്ല. മുഴുവൻ റസൂലുകളെയും അവിശ്വസിച്ചവരെ പോലെ അവരായിത്തീർന്നു. നസ്രാനികൾ ഈസാ നബി വരെയുള്ള മുഴുവൻ റസൂലുകളിലും വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിക്കളഞ്ഞു. അതോടെ അവർ എല്ലാ റസൂലുകളിലും അവിശ്വസിച്ചവരായി. എന്താണ് തെളിവ്? ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, കസ്സബത് ഖൗമു നൂഹിനിൽ മുർസലീൻ. നൂഹ് നബിയുടെ ജനത റസൂലുകളിൽ അവിശ്വസിച്ചിരിക്കുന്നു. നൂഹ് നബിയുടെ കാലത്ത് ആകെ നൂഹ് നബിയെ വന്നിട്ടുള്ളൂ. ഒരു നിഷേധികളായ ഖൗമിലേക്ക് നിയോഗിക്കപ്പെട്ട ഒന്നാമത്തെ റസൂൽ നൂഹ് നബിയാണ്. എന്നിട്ട് ഈ ഖൗമിനെ കുറിച്ച് അള്ളാഹു എന്താണ് പറയുന്നത്? മുഴുവൻ റസൂലുകളിലും അവർ അവിശ്വസിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? നൂഹ് നബിയിൽ അവിശ്വസിച്ചു, നൂഹ് നബിയെ തള്ളിക്കളഞ്ഞു. ഒരൊറ്റ റസൂലിൽ അവിശ്വസിച്ചാൽ മുഴുവൻ റസൂലുകളിലും അവൻ അവിശ്വസിച്ച കാഫറായി മാറിയിരിക്കുന്നു. അത് മുഅ്മിനുകൾ ചെയ്യുകയില്ല ഒരിക്കലും. وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. അവർ പറഞ്ഞു സമിഅ്ന വഅതഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, വഅതഅന, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, ഗുഫ്റാനക റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഗുഫ്റാനക, നിന്റെ പാപമോചനം, വഇലൈക്കൽ മസീർ, നിന്നിലേക്കാവുന്നു മടക്കം. നമ്മുടെ അഖീദയിലെ എന്തെല്ലാം സുപ്രധാന പാഠങ്ങൾ ഇതിൽ വന്നു. ഉസൂലുൽ ഈമാൻ, അല്ലാഹുവിലുള്ള
വിശ്വാസം ശരിയാകണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട ദീനിന്റെ അടിസ്ഥാന പാഠങ്ങൾ മുഴുവൻ ഈ ആയത്തുകളിൽ വന്നു. അള്ളാഹു പറയുന്നു ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. ലാ യുകല്ലിഫുല്ലാഹ്, അള്ളാഹു ഏൽപ്പിക്കുകയില്ല, തക്ലീഫ് ഏൽപ്പിക്കുകയില്ല നഫ്സൻ, ഒരു നഫ്സിനെ. നഫ്സ് എന്ന പദം അത് പല അർത്ഥത്തിൽ പ്രയോഗിക്കും. ഒന്ന്, റൂഹിന് നഫ്സ് എന്ന് പറയും. റൂഹിന്, ആത്മാവിന് നഫ്സ് എന്ന് പറയാറുണ്ട്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. അള്ളാഹു മരണത്തിന്റെ വേളയിൽ നഫ്സുകളെ പിടിച്ചെടുക്കുന്നു. അവിടെ നഫ്സിന്റെ അർത്ഥം എന്താണ്? റൂഹ്, ആത്മാവ് എന്നാണ്. അതുപോലെ ഒരാളുടെ ശരീരം, ഒരു ദേഹം എന്ന അർത്ഥത്തിൽ നഫ്സ് എന്ന് പറയും. ഒരാൾ എന്ന അർത്ഥത്തിൽ നഫ്സ് എന്ന് പറയും. രക്തം എന്ന അർത്ഥത്തിൽ നഫ്സ് എന്ന് പറയും. രക്തം, അതുകൊണ്ടാണ് പ്രസവ രക്തത്തിന് നിഫാസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, നഫ്സ് എന്ന പദം അത് മുഅന്നസാണ്, അഥവാ അത് സ്ത്രീലിംഗ പ്രയോഗമാണ്. നഫ്സ്, നഫ്സ് എന്ന വാക്ക്, ആ പദം. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഇല്ല ഉസ്അഹാ, ഉസ്അഹു എന്ന് പറയാതെ ഉസ്അഹാ എന്ന് പറഞ്ഞ എന്തുകൊണ്ട്? നഫ്സ് എന്ന പദം മുഅന്നസാണ്. അള്ളാഹു പറയുന്നു ഓരോ നഫ്സിന്റെയും ഉസ് അല്ലാതെ നാം ഒരു നഫ്സിനെയും ഏൽപ്പിക്കുകയില്ല. ഈ ഉസ് എന്ന പ്രയോഗം നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് അതിൽ കാണാം. കാരണം ഉസ് എന്നാൽ നമുക്ക് എല്ലാവർക്കും കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് പോലെ വിശാലത സൂചിപ്പിക്കുന്ന പദമാണ്. ലുവാസ്യ എന്ന് റബ്ബിന് പേരുണ്ട്. വിശാലമായ വിശേഷണങ്ങളുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഒരു നഫ്സിനെയും അതിന്റെ ഉസ്ഇൽപ്പെട്ടതല്ലാതെ അള്ളാഹു ഏൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മെ അള്ളാഹു ഏൽപ്പിച്ചത് നമുക്ക് സാധിക്കുന്നതിൽ ചിലതാണ്. സാധിക്കുന്നത് മുഴുവൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. വളരെ ചിന്തിച്ചു നോക്കൂ. 5 നേരത്തെ നിസ്കാരം, നമുക്ക് 5 നേരം ഇത്ര റക്അത്തുകൾ മാത്രം നിസ്കരിക്കാനേ കഴിവുള്ളൂ. ഇതിലപ്പുറം ഒരൊറ്റ റക്അത്ത് നിസ്കരിച്ചാൽ ആളുകൾ കുഴഞ്ഞുകൊണ്ട് മരിച്ചു പോകുമോ? ഇല്ല. സകാത്ത്, വർഷത്തിൽ ഇത്ര സമ്പത്തുള്ള ഒരാൾക്ക് അതിന്റെ 40-1, 2.5% എന്ന് പറഞ്ഞാൽ അതാണ് 40-1. ഊരിന്റെ സ്വത്ത് 40 ഭാഗമാക്കി തിരിച്ച് അതിൽ ഒരു ഭാഗമാണ് കൊടുക്കുക. ബാക്കി 39 അവന്റെ കയ്യിലുണ്ട്. ഒരു വർഷം. പണക്കാരൻ അതൊരു ഉപദ്രവം ചെയ്യുന്നില്ല, പാവപ്പെട്ടവനാകട്ടെ അത് വലിയ ഉപകാരം ഉണ്ടാക്കുകയും ചെയ്യും. ഒരാൾക്ക് ഇത്ര മാത്രമേ കൊടുക്കാൻ സാധിക്കൂ? അല്ല. പക്ഷെ അള്ളാഹു അത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു മാസം, വർഷത്തിൽ ഒരു മാസം നോമ്പ്, അതിലപ്പുറം ഒരു ദിവസം നമുക്ക് നോമ്പെടുക്കാൻ പറ്റൂലേ? പറ്റും, എത്രയോ പറ്റും. പക്ഷേ അത്രേ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ളൂ. നിർബന്ധം അതാണ്. ഹജ്ജ് ജീവിതത്തിൽ ഒരു തവണയാണ് നിർബന്ധം. അതിന് സാധിക്കുന്നവർക്ക്, സാധിക്കാത്തവർക്കാകട്ടെ അത് നിർബന്ധവുമില്ല. ഇനി ഒരാൾക്ക് എത്ര ഹജ്ജ് അവന്റെ ആയുസുള്ള കാലത്തോളം എല്ലാ വർഷവും പോകാൻ സാധിക്കുമെങ്കിലും നിർബന്ധം ഒരൊറ്റ വർഷമാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. അള്ളാഹു ഒരു നഫ്സിനെയും അതിന്റെ ഉസ് അല്ലാതെ ഏൽപ്പിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ വിശാലമായി അതിന് സാധിക്കുന്നത്, അത് മാത്രമേ സാധിക്കുന്നില്ല, അതിനപ്പുറം സാധിക്കും. സാധിക്കുന്നതിൽ അല്പമേ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളൂ, നിർബന്ധമായി ഏൽപ്പിച്ചിട്ടുള്ളൂ. എന്നാൽ കൂടുതൽ നന്മ ചെയ്യാൻ ഒരാൾക്ക് ആഗ്രഹമുണ്ടോ? അവന്റെ മുന്നിൽ വാതിലുകൾ അടഞ്ഞിട്ടില്ല. എത്ര വേണമെങ്കിൽ നന്മ ചെയ്യാം. നിർബന്ധമായി എല്ലാവരും ഒരുപോലെ ചെയ്തിരിക്കേണ്ടതാകട്ടെ അള്ളാഹു അവർക്ക് സാധിക്കുന്നതിൽ കുറച്ചേ ഏൽപ്പിച്ചിട്ടുള്ളൂ. അള്ളാഹുവിന്റെ റഹ്മത്താണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. എന്നിട്ട് റബ്ബ് പറഞ്ഞത് നോക്കൂ, ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്. ലഹാ, ഓരോ നഫ്സിനും ഉണ്ടായിരിക്കും, മാ കസബത്, അത് സമ്പാദിച്ചതെന്തോ അത്, അഥവാ അനുകൂലമായി ഉണ്ടായിരിക്കും. വഅലൈഹാ, ഓരോ നഫ്സിനും പ്രതികൂലമായി ഉണ്ടായിരിക്കും. മക്തസബത്, അത് ചെയ്ത തിന്മകൾ. ഇവിടെ ലഹ അലൈഹ എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. ലാമ വെച്ച് പറഞ്ഞാൽ ഒരാൾക്ക് അനുകൂലമായി എന്നത് സൂചിപ്പിക്കാനാണ് അത് പ്രയോഗിക്കുക. അല വെച്ച് പറഞ്ഞാൽ പ്രതികൂലമായിട്ടാണ് പറയുക. ഉദാഹരണത്തിന് അബ്ദുല്ലാഹ് എന്നു പേരിൽ ഒരാളെ കുറിച്ച് നമ്മൾ പറയുക, ലി അബ്ദുല്ലാ ദൈൻ, അബ്ദുല്ലാഹ് ദൈനുണ്ട്. ദൈൻ എന്താണ്? കടം. അവിടെ ലാമ ചേർത്ത് പറഞ്ഞാൽ എന്താകും അവിടെ അർത്ഥം? അബ്ദുല്ലാഹ്ക്ക് കടം കിട്ടാനുണ്ട് എന്നാണ്. അയാൾ ആർക്കോ കടം കൊടുത്തിട്ടുണ്ട്, തിരിച്ചിട്ടാനുണ്ട്. എന്നാൽ അല അബ്ദുല്ലാ ദൈൻ എന്ന് പറഞ്ഞാൽ എന്താകും അർത്ഥം? അബ്ദുള്ള കടക്കാരനാണ്, ആരുടെയോ കയ്യിൽ കടം വാങ്ങിയിട്ടുണ്ട്, കൊടുക്കാനുണ്ട്. ഹഖുൻ ലി അബ്ദില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്ദുള്ളാന്റെ അവകാശമാണ്. ഹഖുൻ അല അബ്ദില്ല എന്ന് പറഞ്ഞാലോ അബ്ദുള്ളയുടെ ബാധ്യതയാണത്, അയാളുടെ കടമയാണ്. മുആദിന്റെ ഹദീസ് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? മാ ഹഖുല്ലാഹി അലൽ ഇബാദ് വഹഖുൽ ഇബാദി അലല്ലാഹ്.
ഹഖുല്ലാഹി അലൽ ഇബാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ അവകാശം അടിമകളുടെ ബാധ്യത. വഹഖുൽ ഇബാദി അലല്ലാഹ്, അള്ളാഹു സ്വയം ബാധ്യതയായി ഏറ്റത്. അള്ളാഹു ആരും ബാധ്യത ഏൽപ്പിച്ചതല്ല, അവൻ സ്വയം അവന്റെ റഹ്മത്തിനാൽ ഏറ്റെടുത്തതാണ്. അതെന്താണ്? അവനിൽ പങ്കു ചേർക്കാത്തവരെ അവൻ ശിക്ഷിക്കുകയില്ല എന്നത് അള്ളാഹു ബാധ്യതയായി ഏറ്റിരിക്കുന്നു. ആ ഹദീസിൽ നോക്കൂ നിങ്ങൾ, ഹഖുല്ലാഹി അലൽ ഇബാദ്, ഹഖുൽ ഇബാദി അലല്ലാഹ്, അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ബാധ്യത എന്നായി അർത്ഥം. ഇബാദിലേക്ക് അല ചേർത്തപ്പോൾ അടിമകളുടെ ബാധ്യത എന്നായി അർത്ഥം. അപ്പോൾ അള്ളാഹുവിന്റെ അവകാശം. നോക്കൂ, ഇതുപോലെ ലഹ മാ കസബത്, ഓരോ നഫ്സിനും ലഹ അതിനനുകൂലമായി ലഭിക്കും മാ കസബത്, അത് സമ്പാദിച്ചത് അഥവാ അത് ചെയ്ത നന്മകൾ. വഅലൈഹ ഓരോ നഫ്സിനും പ്രതികൂലമായി എതിരായി വരും മക്തസബത്. നിങ്ങൾ നോക്കൂ, നന്മകളെ കുറിച്ച് പറഞ്ഞപ്പോൾ കസബത്ത് എന്നും തിന്മകളെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? കസബത്ത് എന്നല്ല, പിന്നെ ഇക്തസബത്ത്. കസബയും ഇക്തസബയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അറബിയിൽ ഒരു നിയമമുണ്ട്, എന്താണ്? സിയാദത്തുൽ മബ്ന തദുല്ലു അലാ സിയാദത്തിൽ മഅന. സിയാദത്തുൽ മബ്ന, പദത്തിൽ അക്ഷരങ്ങൾ കൂടുതലുണ്ടോ എങ്കിൽ മഅന അർത്ഥത്തിലും എന്തെങ്കിലും കൂടും, അർത്ഥത്തിലും എന്തെങ്കിലും കൂടും. അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. കസബ എന്നാൽ ഒരാൾ ചെയ്ത നന്മകൾ, അയാൾ അതിന് ചെറിയൊരു ശ്രമമേ നടത്തിയിട്ടുള്ളൂ, എങ്കിലും അയാൾക്ക് അനുകൂലമായി ആ നന്മ വരും. തിന്മയുടെ കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹു അതല്ല, ഇക്തസബ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരുവൻ കരുതിക്കൂട്ടി മെനക്കെട്ട് ചെയ്തതിനാണ് ആ വാക്ക് പറയുക. തിന്മയാകട്ടെ അങ്ങനെ വഴിയേ പോകുന്ന തിന്മ നിന്റെ മേൽ ചാർത്തപ്പെടുകയില്ല, മറിച്ച് ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ കരുതിക്കൂട്ടി ചെയ്താലേ അത് ചാർത്തപ്പെടുകയുള്ളൂ. നന്മയാകട്ടെ സുബ്ഹാനല്ലാഹ്, അതിന് നീ ഒരു എളിയ പരിശ്രമം, നീ അത് വിചാരിക്കുക ചെയ്യുമ്പോഴേക്ക് അള്ളാഹു നിനക്ക് അതിന് പ്രതിഫലം അതാ രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെയാണ് നന്മയുടെ കാര്യം. നന്മ നേടിയെടുക്കാൻ വളരെ എളുപ്പമാണ് എന്ന പാഠം അതിലുണ്ട്. തിന്മയാകട്ടെ അള്ളാഹു ഒരാൾക്കും അയാൾ കരുതിക്കൂട്ടി ചെയ്തതല്ലാതെ ഏൽപ്പിക്കുകയില്ല എന്ന പാഠം ഈ പ്രയോഗത്തിനുണ്ട്. ലഹ മാ കസബത് വഅലൈഹ മക്തസബത്. എന്നിട്ട് മുഅ്മിനുകളുടെ ദുആ അള്ളാഹു പറയുന്നു, റബ്ബന ലാ തുആഖിദ്ന, അല്ലാഹുവേ നീ ഞങ്ങളെ ശിക്ഷിക്കരുത്, ഇൻ നസീന ഞങ്ങൾ മറന്നുപോയതിന്റെ പേരിൽ, ഔ അഖ്തഅന ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചതിന്റെ പേരിൽ. അള്ളാഹു ഒരാൾ മറന്നുകൊണ്ട് ചെയ്തതിന് ശിക്ഷിക്കുകയില്ല. കാരണം ഈ വാചകത്തിൽ അള്ളാഹു നഅം, അതെ, അജബ്തു എന്നെല്ലാം മറുപടി പറഞ്ഞിട്ടുണ്ട്. അബദ്ധം പറ്റിയതിന് ഖതഇന് അള്ളാഹു ശിക്ഷിക്കുകയില്ല. എന്താണ് നിസ്യാനും ഖതഉ? ഉദാഹരണത്തിന് റമളാനിൽ ഒരാൾ മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു, മറന്നുകൊണ്ട് വെള്ളം കുടിച്ചു, അയാളുടെ നോമ്പ് മുറിയുകയില്ല, അയാൾക്ക് ശിക്ഷയില്ല. ഖതഇൽ എന്താണ്? ഖത എന്നാൽ ഒരാൾ ഉദ്ദേശിച്ചത് വേറെയാണ്, പക്ഷെ സംഭവിച്ചത് വേറെയാണ്. ഉദ്ദേശിച്ചത് വേറെയാണ്, പക്ഷെ സംഭവിച്ചത് വേറെയാണ്. ഒരാൾ ഒരു വസ്തു എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു, അത് ഒരാളുടെ ദേഹത്ത് തട്ടി, അയാൾക്ക് എന്തെങ്കിലും അപകടം പറ്റി, ഇയാൾക്ക് അള്ളാഹുവിൽ യാതൊരു കുറ്റവുമില്ല. പക്ഷെ ദുനിയാവിൽ അബദ്ധത്തിൽ ചെയ്താലും ആളുകൾക്ക് അതിന്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ദീനിലെ നിയമം അങ്ങനെയാണ്. പക്ഷേ അള്ളാഹുവിൽ അവന് കുറ്റമുണ്ടാവുകയില്ല. അള്ളാഹുവിൽ അവൻ അതിനു വേണ്ടിയല്ല ചെയ്തിട്ടുള്ളത്, ഖത അള്ളാഹു വിട്ടു തന്നിരിക്കുന്നു. റബ്ബന വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ, ഞങ്ങളുടെ റബ്ബേ വലാ തഹ്മിൽ അലൈനാ നീ ഞങ്ങളെ ഏൽപ്പിക്കരുതേ ഇസ്റൻ ഭാരങ്ങൾ, കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ, കമാ ഹമൽതഹു നീ ഏൽപ്പിച്ചതുപോലെ അലൽ ലദീന മിൻ ഖബ്ലിനാ ഞങ്ങൾക്ക് മുമ്പുള്ളവരെ. അല്ലാഹുവേ ഞങ്ങൾക്ക് മുമ്പുള്ളവരെ ഏൽപ്പിച്ച ഭാരങ്ങൾ നീ ഞങ്ങളെ ഏൽപ്പിക്കരുതേ. അഥവാ റബ്ബ് പഴയകാല ഉമ്മത്തുകൾക്ക് നിയമമായി നിശ്ചയിച്ച ചില കടുത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ധിക്കാരം കാരണത്താൽ റബ്ബ് അവർക്ക് ചില കടുത്ത നിയമങ്ങൾ നിശ്ചയിച്ചിരുന്നു. ഈ ഉമ്മത്തിൽ അതിലെല്ലാം ഇളവും. ഉദാഹരണത്തിന് നോക്കൂ, യഹൂദികൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മൃഗത്തെ അറുത്താൽ, ഒരൊറ്റ മൃഗത്തെ അറുത്താൽ അതിന്റെ ചില ഭാഗം ഹലാലും ചില ഭാഗം ഹറാമുമാക്കി. ഷുഹൂബ്, അതിന്റെ കൊഴുപ്പ് കഴിക്കാൻ പാടില്ല, യഹൂദികൾക്ക് ഹറാമാണ്. എന്നാൽ ഈ ഉമ്മത്തിന് അങ്ങനെയില്ല. നമ്മൾ അറുത്ത് കഴിഞ്ഞാൽ അതിന്റെ ലഹ്മാകട്ടെ ഷഹ്മാകട്ടെ മാംസമാകട്ടെ കൊഴുപ്പാകട്ടെ എന്ത് നമുക്ക് മുഴുവൻ ഹലാലാണ്. എന്നാൽ അവർക്ക് അല്ലാഹു ഒരൊറ്റ മൃഗത്തിന്റെ ഒരു ഭാഗം ഹലാലും ഒരു ഭാഗം ഹറാമും.
അതുപോലെ അവർക്ക് കൊലപാതകത്തിന് നഷ്ടപരിഹാരം വാങ്ങി മാപ്പ് കൊടുക്കാൻ അള്ളാഹു അനുവദിച്ചിട്ടില്ലായിരുന്നു. കൊലപാതകത്തിന് ബന്ധുക്കൾക്ക് കൊലയാളിയിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങുക, എന്നിട്ട് വിട്ടുകൊടുക്കുക, അള്ളാഹു അനുവാദം നൽകിയിട്ടില്ലായിരുന്നു. എന്നാൽ ഈ ഉമ്മത്തിന് അള്ളാഹു അതിന് അനുവാദം നൽകി. ഇങ്ങനെ ധാരാളക്കണക്കിന് വിശാലത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു ഈ ഉമ്മത്തിന് നൽകിയുണ്ടായി. ഈ ഉമ്മത്താണ് ഏറ്റവും ശ്രേഷ്ഠമായ ഉമ്മ. ഈ ഉമ്മത്തിന് അവതരിപ്പിക്കപ്പെട്ട മതനിയമങ്ങളാണ് ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ള മതനിയമങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുദ്ദീനി ഇലല്ലാഹി അൽ ഹനീഫിയ്യതു സംഹ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദീൻ അൽ ഹനീഫിയ്യതു അസ്സംഹ. ഹനീഫിയ അഥവാ ശിർക്കിൽ നിന്ന് പരിപൂർണമായി അകന്നു നിന്നിട്ടുള്ള ഇസ്ലാമിന്റെ ശുദ്ധമായ മാർഗം അസ്സംഹ, വിശാലതയുടെ വിട്ടുവീഴ്ചയുടെ ദീനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അവതരിപ്പിച്ച ഈ ദീൻ നമ്മൾ ദുആ ചെയ്തു, അള്ളാഹു അവർ കേൾപ്പിച്ചതുപോലെ കടുത്ത നിയമങ്ങൾ റബ്ബേ നീ ഞങ്ങളെ ഏൽപ്പിക്കരുതേ. നോക്കൂ നിങ്ങൾ, അവർ കാളക്കുട്ടിയെ ഇലാഹായി സ്വീകരിച്ചു. അവരുടെ തൗബ സ്വീകരിക്കാൻ അള്ളാഹു വെച്ച നിബന്ധന എന്തായിരുന്നു? അല്ലാഹു അക്ബർ. സൂറത്തുൽ ബഖറ നോക്കൂ നിങ്ങൾ, തഖ്തുലു അൻഫുസകും, എന്താണ്? നിങ്ങൾ പരസ്പരം വെട്ടിക്കൊലപ്പെടുത്തുക, പരസ്പരം. ദാലികും ഖൈറുൽ ലക്കും ഇൻദ ബാരിക്കും, അതാണ് നിങ്ങളുടെ റബ്ബിന്റെ അരികിൽ നിങ്ങൾക്ക് നല്ലത്. ഫതാബ അലൈക്കും, അങ്ങനെ ചെയ്തപ്പോൾ അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു. ഈ ഉമ്മത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ മുസ്ലിമായിരുന്ന ഒരാൾ, വലഇയാദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, മുസ്ലിമായിരുന്ന ഒരാൾ ഏതെങ്കിലും ബിംബത്തെയോ ഏതെങ്കിലും അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഇലാഹുകളെയോ പശുക്കുട്ടിയോ ആരാധിച്ചു സങ്കല്പിക്കുക. അവന് തൗബ മനസ്സിലുണ്ടായി, അവന് തിരിച്ചു വരാൻ തോന്നി. എന്തേ വേണ്ടു? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അള്ളാഹുവിനോട് അവൻ ആത്മാർത്ഥമായി തൗബ ചെയ്യുക, മറ്റൊന്നും വേണ്ടതില്ല. അല്ലാഹു അക്ബർ. ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ എളുപ്പവും വിശാലതയും നോക്കും. ദുആ ചെയ്യാൻ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. അതുപോലെ ആണ് ഈ ഉമ്മത്തിന് ഭീഷണിപ്പെടുത്തപ്പെട്ടാൽ, കൊല്ലുമെന്നും മറ്റും ഭീഷണിപ്പെടുത്തപ്പെട്ടാൽ നാവുകൊണ്ട് ശിർക്കിന്റെ ചില വാക്കുകൾ പറയാൻ, മനസ്സിലൊരിക്കലും തൃപ്തിപ്പെടാതെ മറിച്ച് നാവുകൊണ്ട് പറയാൻ, രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അനുവാദമുണ്ട്. പഴയ ഉമ്മത്തുകൾക്ക് ആ അനുവാദം ഉണ്ടായിരുന്നില്ല. നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും, ഈച്ചയെ നേർച്ചയാക്കിയിട്ട് നരകത്തിൽ പോയ സംഭവം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട്. എന്താണ്? ഒരു നാട്ടിലേക്ക് കടക്കണമെങ്കിൽ ഈച്ചയെ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കണം. ഒരാൾ പറഞ്ഞു, കൊല്ലപ്പെട്ടാലും ശരി ഞാൻ നേർച്ചയാക്കുന്ന പ്രശ്നമില്ല, അയാൾ കൊന്നു കളഞ്ഞു. മറ്റേ ആൾ നേർച്ചയാക്കി ഈച്ചയുടെ പേരിൽ ഒരാൾ നരകത്തിൽ പോയി എന്നാണ്. മഹാനായ പണ്ഡിതൻ മുഹമ്മദ് അൽ അമീൻ ശഖീതി റഹിമഹുല്ലാഹ് ആ ഹദീസിൽ ചിലർക്കുണ്ടായേക്കാവുന്ന സംശയം ദൂരീകരിച്ചുകൊണ്ട് പറഞ്ഞു, പഴയ ഉമ്മത്താണ്. പഴയ ഉമ്മത്തിന് എന്തില്ല? കൊലക്കത്തി കഴുത്തിൽ വെച്ചാലും ദീനിനെതിരായത് രക്ഷപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കാൻ അനുവാദമില്ല. എന്നാൽ ഈ ഉമ്മത്തിനോ അനുവാദമുണ്ട്. കൊല്ലുമെന്ന് വന്നാൽ രക്ഷപ്പെടാൻ വേണ്ടി വേണമെങ്കിൽ എന്തു പറയാം? കുഫറിന്റെ വാചകം പറഞ്ഞാൽ വെറുതെ വിടും എന്നായാൽ അത് പറയാം. മനസ്സിൽ അതൊട്ടും ഒരിക്കലുമില്ല. അമ്മാർ റളിയല്ലാഹു അൻഹു എന്താണ് ശത്രുക്കൾ ചെയ്തത്? വെള്ളത്തിൽ മുക്കി പിടിച്ചു എന്നാണ്. കൊല്ലുമെന്ന് പറഞ്ഞു, കൊല്ലുമെന്നായി. എന്തേ വേണ്ടു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് മോശമായ എന്തെങ്കിലും വാക്ക് പറയുക. അമ്മാർ പറഞ്ഞു, രക്ഷപ്പെട്ടു. നബിയുടെ അരികിൽ വന്ന് ഇത് പറഞ്ഞപ്പോൾ ഹദീസിന്റെ കിതാബുകൾ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്രേ, നിന്റെ ഹൃദയം ആ സമയത്ത് എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഹൃദയം ഈമാൻ കൊണ്ട് വിശാലമായ, ഈമാൻ കൊണ്ട് സമാധാനമടഞ്ഞ നിലയിലായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈന ആദു ഫഉദ്, അവർ ഇനി അങ്ങനെ ചെയ്താൽ നീ ഇനിയും അങ്ങനെ ചെയ്തോളൂ എന്ന് അനുവാദം കൊടുത്തു എന്നാണ്. ഹദീസിന്റെ സനദിൽ പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഈ കാര്യം, ഈ നിയമം ദീനിൽ സ്ഥിരപ്പെട്ടതാണ്. ആ വിഷയത്തിൽ സൂറത്തുൻ നഹ്ലിൽ ആയത്തുമുണ്ട്, ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ, നിർബന്ധിക്കപ്പെട്ടവൻ ഒഴികെ അവന്റെ ഹൃദയം ഈമാൻ കൊണ്ട് സമാധാനം അടഞ്ഞിരിക്കുന്നു. പഴയ ഉമ്മത്തുകൾക്ക് ഇളവില്ല എന്നാണ്, ഇളവില്ല എന്നാണ്. നിർബന്ധിക്കപ്പെട്ടാലും ദീനെതിര് പറയാൻ പാടില്ല. കൊല്ലുമെന്ന് വന്നാലും കൊല്ലപ്പെട്ടുകൊള്ളുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഉമ്മത്തിന് നൽകിയ എളുപ്പം നോക്കൂ. ربنا لا تؤاخذنا إن ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا
റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ താഖത ലനാ ബിഹി, അല്ലാഹുവേ വലാ തുഹമ്മിൽനാ, നീ ഞങ്ങളെ ഏൽപ്പിക്കരുതേ, മാ ലാ താഖത ലനാ ബിഹി, ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ ശേഷിയില്ലാത്തത്. നേരത്തെ പറഞ്ഞത് ദീനീ നിയമങ്ങളെ കുറിച്ചാണ് എങ്കിൽ, അള്ളാഹുവിന്റെ ശറഇനെ കുറിച്ചാണ് എങ്കിൽ, ഇവിടെയുള്ള ദുആ എന്തിനെ കുറിച്ചാണ്? ഖദറിനെ കുറിച്ചാണ്. താങ്ങാൻ സാധിക്കാത്ത മുസീബത്തുകൾ, പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ അള്ളാഹുവെ നൽകരുതേ എന്നാണ് ഈ വാചകത്തിന്റെ അർത്ഥം. അള്ളാഹു റബ്ബുൽ ആലമീൻ ഉത്തരം ചെയ്തിരിക്കുന്നു, നഅം എന്ന് പറഞ്ഞിരിക്കുന്നു. റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ താഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ. ഇനി നോക്കൂ, നമുക്ക് പ്രയാസകരമായി വരാനുള്ളത് എന്താണ്? പ്രയാസകരമായി വരാനുള്ളത് തിന്മകളുടെ ഭാരമാണ്. തിന്മകളുടെ ഭാരം, അത് ഭാരമാണ്. അള്ളാഹു അതിനെ വിസർ, ഭാരം എന്നാണ് വിളിച്ചിട്ടുള്ളത്. وإن تدع مثقلة إلى حملها لا يحمل منه شيء ولو كان ذا قربى. നാളെ പരലോകത്ത് തന്റെ ഭാരം ഒന്ന് വഹിക്കാൻ ആരെങ്കിലും വിളിച്ചാൽ ആരും വരികയില്ല. തിന്മകൾ എന്നത് ഭാരമാണ്, അത് ഭാണ്ഡക്കെട്ടാണ്, പ്രയാസപ്പെടുത്തുന്ന ഭാരമാണ്. ടോയ്ലറ്റിലേക്ക് പോയി പുറത്തേക്ക് വന്നാൽ ഗുഫ്രാനക് എന്ന് എന്തുകൊണ്ട് പറയുന്നു? കാരണം അവിടെ ഒരു തെറ്റ് ചെയ്യാൻ പോയതല്ല, അനുവദിക്കപ്പെട്ട ഒരു കാര്യം ചെയ്യാനാണ് ഈ പോയത് ടോയ്ലറ്റിലേക്ക്. പക്ഷെ പുറത്തിറക്കുമ്പോൾ എന്താണ് പറയുന്നത്? ഗുഫ്രാനക്, അല്ലാഹുവേ നിന്റെ പാപമോചനം. എന്തുകൊണ്ടത് പറയുന്നു? അതിന്റെ പേരിലുള്ള ഹിക്മത്ത് എന്താണ്? പണ്ഡിതന്മാർ ഒന്നിലധികം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ജാദുൽ മആദിൽ പറഞ്ഞു, ശരീരത്തിന്റെ ഈ ഭാരം അതൊഴിഞ്ഞു പോയപ്പോൾ പാപത്തിന്റെ ഭാരത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് ആ ദുആ. ഒരു ഭാരം ഒഴിഞ്ഞു, എന്നാൽ ഇനി തിന്മയുടെ ഭാരം ബാക്കിയുണ്ട്. അല്ലാഹുവേ ഗുഫ്രാനക്, പുറത്തിറങ്ങുമ്പോൾ അത് പറയും, ഗുഫ്രാനക്, അല്ലാഹുവേ പുറത്തു നൽകണേ. അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ മുഅ്മിനുകളെ റബ്ബ് പഠിപ്പിച്ചിരിക്കുന്നു. വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുവേ വഅഫു അന്നാ, വഅഫു അന്നാ എന്നാൽ അല്ലാഹുവിന്റെ അഫു ചോദിക്കാൻ, മാപ്പ് ചോദിക്കാൻ. വഗ്ഫിർ ലനാ എന്നതിലൂടെ അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ചോദിക്കാൻ. വർഹംനാ എന്നതിലൂടെ അല്ലാഹുവിന്റെ റഹ്മത്ത് ചോദിക്കാൻ. എന്താണ് ഇത് ഒരുമിച്ച് പറഞ്ഞാൽ ഇതിലെവിടെയാണ് വ്യത്യാസം വരുന്നത്? പണ്ഡിതന്മാർ പറയുകയുണ്ടായി, അഫു എന്നത് പാപം അല്ലാഹു മായ്ച്ചു കളയുക എന്നത് അല്ലാഹുവിനും നമുക്കും ഇടയിലുമുള്ളതാണ്, അല്ലാഹുവിനും നമുക്കും ഇടയിലുള്ളതാണ്. എന്നാൽ മഗ്ഫിറത്ത് എന്നത് അതിന്റെ അടയാളങ്ങളും അതുകൊണ്ട് നമുക്ക് ആളുകൾക്കിടയിൽ വന്നു ഭവിച്ചേക്കാവുന്ന പ്രയാസങ്ങളും പാപം കൊണ്ടുണ്ടായേക്കാവുന്ന അനന്തര ഫലങ്ങളുമെല്ലാം അല്ലാഹു മായ്ച്ചു കളയുക. തിന്മകൾക്ക് അനന്തര ഫലങ്ങളുണ്ട്, നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. എല്ലാവരും, പ്രത്യേകിച്ച് യുവാക്കൾ, തിന്മകൾ നമ്മളൊന്ന് ചെയ്താൽ അതിങ്ങനെ കാറ്റിൽ അലിഞ്ഞു പോകുമെന്ന് ആരും വിചാരിക്കരുത്. അതിന് വളരെ വളരെ ഗുരുതരമായ അനന്തര ഫലങ്ങളുണ്ട്. ഗുരുതരമായ അനന്തര ഫലങ്ങൾ, വളരെ മോശമായ അനന്തര, അതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചിട്ടേ പോവുള്ളൂ. അത് ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിക്കേണ്ടി വരും. അതിന്റെ പ്രയാസങ്ങൾ അത് നമ്മൾ വിചാരിക്കാത്തടത്തായിരിക്കും ചിലപ്പോൾ. മനസ്സിലായില്ലേ? നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത തിരിച്ചടിയായിരിക്കും നമുക്ക് കിട്ടുക. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, ഇത് എന്റെ പാപഫലമാണോ അല്ലേ എന്ന്. നമ്മുടെ മുൻഗാമികൾ അങ്ങനെ ചിന്തിച്ചിരുന്നവരാണ്. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹാ തലവേദന അവർ തലക്ക് കൈവച്ച് പറയാൻ, ബിദംബി വമാ യഗ്ഫിറുല്ലാഹു കസീർ, എന്റെ തിന്മകൾ കാരണത്താലാണ്, അള്ളാഹു പുറത്തു തരുന്നതാകട്ടെ എത്രയോ അധികമുണ്ട്. ചില സലഫുകൾ, മുൻഗാമികൾ പറഞ്ഞു, ഞാനൊരു തിന്മ ചെയ്താൽ എന്റെ ഭാര്യയുടെ പെരുമാറ്റത്തിൽ, എന്റെ വാഹന മൃഗത്തിന്റെ പെരുമാറ്റത്തിൽ വരെ അതിന്റെ ഫലം ഞാൻ കാണും. സുബ്ഹാനല്ലാഹ്, അവരത്രയും അവരുടെ തിന്മകളെ പേടിച്ചിരുന്നു. ഇതിന്റെ അനന്തരഫലം ഇത് എവിടെയൊക്കെ പിടികൂടും, വിചാരിക്കാത്ത വഴിയിൽ അത് പിടിച്ചേക്കും നമ്മുടെ തിന്മകൾ. അതുകൊണ്ട് തിന്മകൾ ഒരിക്കലും കാച്ചിലലിഞ്ഞു പോകുമെന്നോ മണ്ണിൽ ലയിച്ചു പോകുമെന്നോ വിചാരിക്കരുത്. ഇസ്തിഗ്ഫാറും തൗബയുമാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി. അള്ളാഹു പുറത്തു തരണം. അങ്ങനെ അതിന്റെ ആധാറുകൾ അള്ളാഹു മായ്ച്ചു കളയുക, അതാണ് മഗ്ഫിറത്ത്. വഅഫു അന്നാ എന്നാൽ അള്ളാഹു നമുക്ക് പുറത്തു തരിക എന്നത് മാത്രം, അള്ളാഹു അത് മാപ്പാക്കുക. വഗ്ഫിർ ലനാ എന്നത് അതിന്റെ കൂടെ പറഞ്ഞാൽ അതിന്റെ ഫലങ്ങൾ പലതും ആളുകളുമായും മറ്റും നമുക്ക് വരാൻ ഉണ്ട്, അത് മായ്ച്ചു കളയുക. അതുകൊണ്ടാണ് ഇബ്നു കസീർ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, വഅഫു അന്നാ എന്നത് നമുക്ക് നമ്മുടെ റബ്ബിനും ഇടയിലാണ്, വഗ്ഫിർ ലനാ എന്നത് പടപ്പുകളുമായിട്ടുള്ളതാണ്, അത് അള്ളാഹു മായ്ച്ചു കളയണം. അതിന്റെ പ്രയാസങ്ങൾ നമുക്ക് ദുനിയാവിൽ ഉണ്ടായേക്കാൻ സാധ്യതയുള്ളത് അള്ളാഹു മായ്ച്ചു കളയാനുള്ള തേട്ടമാണ് വഗ്ഫിർ ലനാ. വർഹംനാ
റഹ്മത്ത് ചൊരിയണേ. പാപങ്ങൾ പുറത്തു കിട്ടിയതിന് ശേഷം ഇനി അതിൽ ചാടാതിരിക്കാനുള്ള സഹായം കൂടി റഹ്മത്ത് ചോദിക്കുന്നതിലുണ്ട്. ഇനി അതിൽ പെട്ടുപോകാതിരിക്കാനുള്ള സഹായം കൂടി അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കുന്നതിലുണ്ട്. അള്ളാഹു പുറത്തു കൊടുത്തതിനു ശേഷം കരുണ ചൊരിയുന്നവനും പുറത്തു കൊടുത്തതിനു ശേഷം സ്നേഹിക്കുന്നവനുമാണ്. വഹുവൽ ഗഫൂറുൽ വദൂദ്, വഹുവൽ ഗഫൂറുൽ വദൂദ്, അവൻ പൊറുക്കുന്നവനും സ്നേഹിക്കുന്നവനുമാണ്. അത്ഭുതകരമാണ് ആ രണ്ട് പേരുകൾ ഒരുമിച്ച് പറഞ്ഞത്. വദൂദ് എന്നാൽ വുദ്, സ്നേഹം എന്ന അള്ളാഹുവിന്റെ സിഫത്ത് അതിലുണ്ട്. ഗഫൂർ എന്നതിൽ മഗ്ഫിറത്ത് എന്ന അള്ളാഹുവിന്റെ സിഫത്തുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മെ ഉപദ്രവിച്ച, കുറെ ദ്രോഹം ചെയ്ത ഒരാൾക്ക് ചിലപ്പോൾ അയാൾ മാപ്പ് പറഞ്ഞാൽ മാപ്പ് കൊടുത്തേക്കും, പോട്ടെ. പക്ഷേ ചിലപ്പോൾ നമ്മൾ വല്ലാതെ ഉപദ്രവിച്ചാൽ അവൻ എത്ര മാപ്പ് പറഞ്ഞാലും മാപ്പ് നമ്മൾ കൊടുത്തേക്കാമെങ്കിലും അവനെ പിന്നെ സ്നേഹിക്കാൻ നമുക്ക് സാധിച്ചോളണമെന്നില്ല. അവനെ സ്നേഹിക്കാൻ അതൊക്കെ നല്ല തന്നെ, എന്നാലും ഉള്ളറിഞ്ഞ് സ്നേഹം ചില ദ്രോഹങ്ങൾ ചെയ്തവരോട് മനുഷ്യന് തോന്നുകയാണ്. സ്നേഹം നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ, അള്ളാന്റെ കയ്യിലാണ്. വല്ലഫ ബൈന ഖുലൂബിഹിം ലൗ അൻഫഖത മാ ഫിൽ അർദി ജമീഅൻ മാ അല്ലഫത ബൈന ഖുലൂബിഹിം. അള്ളാഹുവാണ് അവരുടെ ഹൃദയങ്ങളെ കോർത്തിണക്കിയത്, അത് തമ്മിൽ രഞ്ജിപ്പുണ്ട്, ഇണക്കമുണ്ടാക്കി. നീ ഭൂമിയിലുള്ളത് മുഴുവൻ ചെലവഴിച്ചാലും നിനക്ക് അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഇണക്കാൻ സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് മുഹാജിറുകളുടെ അൻസാറുകളുടെ ഹൃദയം ഇണക്കിയതിനെ കുറിച്ച് അള്ളാഹു പറയുകയുണ്ടായി. നബി വരുന്നതിന് മുമ്പ് ബുആസ് യുദ്ധം പോലുള്ള വൻ യുദ്ധങ്ങൾ നടന്നിരുന്നു. ആർക്കിടയിൽ? മദീനക്കാർക്കിടയിൽ, അപ്പുറത്തും ഇപ്പുറത്തും. ഔസും ഖസറജും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങേറ്റത്തെ ശത്രുതയായിരുന്നു. യഹൂദികൾ ഒരു കൂട്ടർ ഇപ്പുറത്തും രണ്ടു കൂട്ടർ അപ്പുറത്തും കൂടി പിരിയേറ്റു. യുദ്ധങ്ങൾ തീരാത്ത യുദ്ധം. ആ സഹാബിമാരാണ് ഈ ഇമാനിന്റെ കയറിൽ മണിമുത്തുകൾ പോലെ കോർക്കപ്പെട്ടത്. അള്ളാഹുവാണ് അവരുടെ ഹൃദയങ്ങളെ ഒരുമിപ്പിച്ചത്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയുക, നീ ഭൂമിയിലുള്ളത് മുഴുവൻ ചെലവഴിച്ചാൽ സ്നേഹം ഉണ്ടാക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കയ്യിലാണ് ഹൃദയങ്ങൾ, അള്ളാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, നമ്മെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, ഒരാളെ അയാളുടെ ഭാര്യ സ്നേഹിക്കുന്നു, തിരിച്ചു ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കുന്നു, മക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നു, മക്കളോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട്, നിങ്ങൾ നന്നായി സ്നേഹിക്കുന്ന നല്ല സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ട് സ്നേഹമുണ്ട്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്. അള്ളാഹു ആ ഹൃദയത്തിൽ സ്നേഹം ഇട്ടുകൊടുത്തില്ല എങ്കിൽ ഒരാൾക്കും അത് ഇട്ടുകൊടുക്കാൻ സാധ്യമല്ല. വെറുപ്പാണ് പെണ്ണിന് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട് വെറുപ്പാണ്. ആർക്ക് സ്നേഹം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും? ഇത് മാറ്റി ഇതങ്ങ് പറിച്ചെടുത്ത് സ്നേഹം കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ ആർക്ക് സാധിക്കും? ഒരാൾക്കും സാധ്യം. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. തിന്മകൾ ഇവിടെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം. തിന്മകൾ ഇവിടെയൊക്കെ നമ്മളെ ബാധിച്ചേക്കാം. നമ്മെ ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ ഒക്കെ ചെയ്തവർ നമ്മെ വെറുക്കുകയും നമ്മെ കുറിച്ച് 5 പൈസയുടെ വില അവരുടെ മനസ്സിൽ ഇല്ലാതിരിക്കുകയും ചെയ്യാൻ നമ്മുടെ തിന്മകൾ കാരണമായേക്കാം. അള്ളാഹുവിന്റെ കയ്യിലാണ് ഹൃദയങ്ങൾ. ബൈന ഉസ്ബുഐനി മിൻ അസാബിർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ വിരലുകൾക്കിടയിലാണ് ലോകരുടെ മുഴുവൻ ഹൃദയങ്ങളും എന്ന് മറന്നുപോകരുത്. ഒരാളുടെ ഹൃദയം, ലോകരുടെ മുഴുവൻ ഹൃദയവും ബൈന ഉസ്ബുഐനി മിൻ അസാബിർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ 2 വിരലുകൾക്കിടയിലാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. യുഖല്ലിബുഹാ, അവൻ അതിനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ. പറഞ്ഞു വന്നത്, നമുക്ക് ചിലപ്പോൾ നമ്മളോട് തെറ്റ് ചെയ്തവനെ, ഉപദ്രവിച്ചവനെ ചിലപ്പോൾ സ്നേഹിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അള്ളാഹു ആകട്ടെ അവനെ ധിക്കരിച്ച, അവനോട് മറ്റുള്ളവരെ പങ്കുചേർത്ത, അവന് സന്താനമുണ്ടെന്ന് പറഞ്ഞ, അവന്റെ വിധിവിലക്കുകളെ കാറ്റിൽ പറത്തിയ ആളുകളെ പോലും അവർ തൗബ ചെയ്താൽ, റബ്ബിലേക്ക് മടങ്ങിയാൽ, പാപമോചനം തേടിയാൽ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മാത്രമല്ല, അവന്റെ തൗബയിൽ അള്ളാഹു സന്തോഷിക്കുമെന്ന് മാത്രമല്ല, അവനെ സ്നേഹിക്കുകയും ചെയ്യും. വഹുവൽ ഗഫൂറുൽ വദൂദ്, അവൻ ഗഫൂറും വദൂദുമാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച്. അതുകൊണ്ടാണ് റബ്ബിനെ പോലെ ഒരാളുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ ആലോചിച്ച് നോക്കൂ. ഉമ്മയേക്കാൾ, ഒരു പെണ്ണ് തന്റെ കുഞ്ഞിനെ കാണാതെ യുദ്ധത്തടവുകാർക്കിടയിൽ തിരഞ്ഞു നടന്ന ആ പെണ്ണിനേക്കാൾ ആ പെണ്ണിന് കുഞ്ഞിനോട് ഉള്ളതിനേക്കാൾ റഹ്മത്ത് നിങ്ങളുടെ റബ്ബിന് ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഉമ്മമാർക്ക് പോലും ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. വല്ലാതെ ദ്രോഹിച്ച മക്കളെ ചിലപ്പോൾ ഇതുപോലെ സ്നേഹിക്കാൻ. എന്നാൽ നിന്റെ റബ്ബ്, നീ ഇന്നലെ വരെ അല്ല തൊട്ട് മുമ്പത്തെ നിമിഷം വരെ എത്ര വലിയ ധിക്കാരിയായിരുന്നാലും, അവന്റെ കൊടിയ ശത്രുവായിരുന്നാലും, നീ അവനിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അവനതിൽ സന്തോഷിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. തൗബ നിന്നെ പഠിപ്പിച്ചതാണ് റബ്ബാണ്.
തൗബക്ക് മനസ്സ് തന്നതാരാണ്? റബ്ബാണ്. അതിലേക്ക് നിന്നെ നയിച്ചതാരാണ്? റബ്ബാണ്. എന്നിട്ട് അവൻ തന്നെ നിന്റെ തൗബയിൽ സന്തോഷിക്കുകയും ചെയ്യും. അല്ലാഹു അക്ബർ. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ, ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് അവൻ മഗ്ഫിറത്ത് നൽകുന്നവനാണ്, അതിനുശേഷം കരുണ ചൊരിയുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്. അൻത മൗലാന, റബ്ബേ നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി, നീയാണ് ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള രക്ഷാധികാരി, നീയാണ്. അള്ളാഹുവിനെ പോലെ പടപ്പുകളോട്, അവന്റെ അടിമകളോട് സ്നേഹമുള്ള, അവരോട് കരുണയുള്ള, അവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്തവനായ മറ്റാരുമില്ല. അൻത മൗലാന ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അതുകൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണേ. അലൽ ഖൗമിൽ കാഫിരീൻ, കാഫിറുകളായ അവിശ്വാസികളായ ആളുകൾക്കെതിരിൽ അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കണേ. മുഅ്മിനുകളുടെ ദുആ, മുഅ്മിനുകൾക്ക് അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുടെ പദ്ധതികളോ അവരുടെ തീരുമാനങ്ങളോ അവരുടെ ജാഗ്രതയോ ഒന്നും മതിയാവുകയില്ല. അള്ളാഹുവിന്റെ സഹായമില്ലെങ്കിൽ. അള്ളാഹുവിന്റെ സഹായമാണ് ഏറ്റവും വലുത്. ഫൻസുർനാ, അള്ളാഹുവിനോടാണ് നമ്മൾ തേടുന്നത്. അതുകൊണ്ട് റബ്ബിനോട് സഹായം തേടാനും അവന്റെ സഹായം ലഭിക്കാനും അർഹതയുള്ളവരായി ജീവിക്കാൻ, തൗഹീദിന്റെ സുന്നത്തിന്റെ ആളുകളാകാൻ നമ്മൾ ശ്രമിക്കാം. എങ്കിലാണ് ഈ ഉമ്മത്തിന് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക. ഇത്രയുമാണ് ഈ ആയത്തുകളുടെ തഫ്സീറിൽ പഠിക്കാനുള്ളത്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഇത് എല്ലാ രാത്രിയും ഓതിക്കിടക്കുന്ന, ഇതിന്റെ ആശയം ജീവിതത്തിൽ പാലിക്കുന്ന മുഅ്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ربنا لا تؤاخذنا إن نسينا وأخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.